നമസ്കാരം. നമ്മുടെ ഭാരതം പുരാതനമായ ക്ഷേത്രങ്ങളാൽ സമ്പന്നമാണ്. ഓരോ ക്ഷേത്രത്തിനും പറയാൻ കാലത്തിൻ്റെ പഴക്കമുള്ള ഐതിഹ്യ കഥകളുണ്ട്. ശില്പകലയുടെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ, പ്രകൃതിയുടെ സൗന്ദര്യം, ആചാരങ്ങളുടെ പ്രത്യേക തനിമ, ഇതെല്ലാം ഒത്തുചേരുന്ന ഒരിടമാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ. എൻ്റെ ഇന്നത്തെ യാത്ര കേരളത്തിൻ്റെ ചരിത്രത്തിൽ വേരൂന്നിയ ഒരു പുരാതന ക്ഷേത്രത്തെക്കുറിച്ചും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചും നിങ്ങൾക്കായി വിവരിക്കുന്ന ഒരു എപ്പിസോഡാണ്. ആ അമ്പലത്തിലേക്കുള്ള ഒരു യാത്രയിൽ ഒരു തീർത്ഥാടനം പോലെ നിങ്ങളും എന്നോടൊപ്പം കൂടുക. പ്രിയമുള്ളവരെ, ക്ഷേത്രങ്ങളെപ്പറ്റിയും അവിടുത്തെ ആചാരങ്ങളെപ്പറ്റിയും പറയുമ്പോൾ ചിലപ്പോൾ ചില തെറ്റുകളൊക്കെ എൻ്റെ ഭാഗത്തും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഈ വിവരങ്ങൾ എനിക്ക് ലഭിക്കുന്നത് പരമാവധി ആ നാട്ടിലുള്ള ആൾക്കാരോടും മറ്റും ചോദിച്ചറിഞ്ഞാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ എൻ്റെ വീഡിയോയിലുണ്ടെങ്കിൽ ഉണ്ടായെങ്കിൽ തീർച്ചയായും നിങ്ങളതൊരു കമൻ്റായി രേഖപ്പെടുത്തണം എന്ന് ദയവേത് അറിയിക്കുന്നു. നമസ്കാരം കൂട്ടുകാരെ. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. ഇവിടെ ഓരോ കുന്നിനും പുഴയ്ക്കും പറയാൻ നൂറുകണക്കിന് കഥകളുണ്ട്. പക്ഷേ കാസർഗോഡിൻ്റെ മണ്ണിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കേവലം കഥകളല്ല, നേരിട്ട് നീതി നടപ്പാക്കുന്ന ദൈവങ്ങളെ കാണാൻ സാധിക്കും. അങ്ങനെ ഒരു പുണ്യഭൂമിയെപ്പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ആ പുണ്യപുരാതന ക്ഷേത്രത്തിൻ്റെ പേരാണ് കാനത്തൂർ നാൽവർ ദൈവസന്നിധി. 800 വർഷത്തെ ചരിത്രമുറങ്ങുന്ന ഒരു ക്ഷേത്രം. പരമ്പരാഗതമായ ഒരു നായർ തറവാട്, കാനത്തൂർ പുതുക്കുടി നായർ തറവാടുകാരാണ് ഈ ക്ഷേത്രം നോക്കി നടത്തുന്നത്. എന്തു പ്രശ്നമാണെങ്കിലും അവിടെ ചെന്ന് നമ്മുടെ പ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ക്ഷേത്ര അധികാരികൾ കുറ്റക്കാർ ആരാണെങ്കിലും അവർക്കൊരു നോട്ടീസ് അയക്കുകയും പ്രശ്നം തീർപ്പാക്കാൻ ഒരു ദിവസം നിശ്ചയിക്കുകയും ചെയ്യുന്നു. വരാൻ കൂട്ടാക്കാത്തവരെയും മറ്റും ദൈവം ശിക്ഷിക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. കാഴ്ചയിൽ ഒരു സാധാരണ ക്ഷേത്രം പോലെ തോന്നുമെങ്കിലും കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ദൈവിക കോടതിയാണ് ഇതെന്ന് പറയാൻ സാധിക്കും. കോടതികളിൽ കയറിയിറങ്ങി മടുത്ത മനുഷ്യർക്ക് ഇവിടെ പ്രതീക്ഷയുടെ ഒരു തുണ്ടു വെളിച്ചമുണ്ട്. പണമിടപാടുകളിലെ ചതി, ഭൂമി തർക്കങ്ങൾ, കുടുംബ വഴക്കുകൾ, മനുഷ്യൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന സകല കാര്യങ്ങൾക്കും ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുന്നു. ഇവിടെ ഒരു രഹസ്യമില്ല, രേഖകളില്ല, വക്കീലന്മാരില്ല, സത്യം മാത്രം മതി. കാരണം കള്ളം പറഞ്ഞാൽ ദൈവകോപം ഏൽക്കുമെന്നാണ് ഇവിടെ ഓരോരുത്തർക്കും ഉറപ്പായും വിശ്വസിക്കുന്നു. സത്യസന്ധരായ മനുഷ്യർക്ക് ഇവിടെ നീതി കിട്ടുകയും അസത്യം പറയുന്നവർക്ക് കർമ്മഫലം അനുഭവിക്കേണ്ടി വരികയും ചെയ്യുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. നൂറ്റാണ്ടുകളായി ഈ പാരമ്പര്യം ഇപ്പോഴും ഇവിടെ തുടർന്നു വരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് 4 പ്രധാന പ്രതിഷ്ഠകളാണ്. ഉഗ്രമൂർത്തിയായ ചാമുണ്ടിയും സർവ ഐശ്വര്യങ്ങളും ചൊരിയുന്ന രക്തേശ്വരിയും ദുർബലരെ സംരക്ഷിക്കുന്ന വിഷ്ണുമൂർത്തിയും എല്ലാത്തിനും സാക്ഷിയായി പഞ്ചുരുളിയും. ഈ 4 ശക്തികൾ ഒരുമിക്കുമ്പോൾ അവിടേക്ക് വരുന്ന ഭക്തരുടെ സങ്കടങ്ങൾ കേട്ട് അവർക്ക് പരിഹാരങ്ങൾ ലഭിക്കുന്നു. ഈ 4 ദൈവങ്ങളുടെ സാന്നിധ്യമാണ് ഇവിടുത്തെ എല്ലാ ചടങ്ങുകളുടെയും ശക്തി. ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു പുരാതന വിശ്വാസമാണ് ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഒരുപാട് കേസുകൾ ഇവിടെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ എത്ര വലിയ തർക്കങ്ങൾക്കും ഇവിടെ ശാശ്വതമായ പരിഹാരമുണ്ടായിട്ടുണ്ടെന്ന് ഇവിടുത്തെ പഴയ ആളുകൾ പറയുന്നു. ഈ ക്ഷേത്രം നമുക്ക് നൽകുന്ന ഒരു സന്ദേശം വളരെ ലളിതമാണ്. സത്യത്തിന് എന്നും ശക്തിയുണ്ട്, നീതിക്ക് ഒരു നാൾ വിജയമുണ്ടാകും എന്ന് തന്നെയാണ് ഈ ക്ഷേത്രം നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശം തന്നെ. ഇവിടെ നടക്കുന്ന കളിയാട്ട മഹോത്സവം തെയ്യം കലയുടെ എല്ലാ ഭാവങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നാണ്. കാനത്തൂരിലെ കളിയാട്ടം പ്രധാനമായും 4 ദൈവങ്ങളെയും 2 ഭൂതങ്ങളെയും കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന്
നാൽവർ ഭൂതസ്ഥാനം എന്ന പേര് വന്നത്. ഇവിടെ കെട്ടിയാടുന്ന പ്രധാന തെയ്യം വിഷ്ണുമൂർത്തി തെയ്യം, പഞ്ചുരുളി തെയ്യം, ഗുളികൻ തെയ്യം, ചാമുണ്ഡി തെയ്യം എന്നിവയാണ്. വിഷ്ണുമൂർത്തി തെയ്യം ഈ ക്ഷേത്രത്തിലെ പ്രധാന തെയ്യങ്ങളിലൊന്നാണ്. പ്രഹ്ലാദനെ രക്ഷിക്കാൻ മഹാവിഷ്ണു നരസിംഹമൂർത്തിയായി അവതരിച്ച കഥയുമായി ബന്ധപ്പെട്ടതാണ് ഈ തെയ്യം. തെയ്യത്തിൻ്റെ ഉഗ്രരൂപവും തീയിൽ ചാടുന്ന ചടങ്ങ് പോലുള്ള ആചാരങ്ങളും ഈ തെയ്യത്തെ ഏറെ ആകർഷകമാക്കുന്നു. വരാഹ രൂപത്തിലുള്ള ഭഗവതിയുടെ തെയ്യമാണ് പഞ്ചുരുളി തെയ്യം. വരാഹ രൂപം സ്വീകരിച്ച് ഭൂമിയെ സംരക്ഷിച്ച ദേവിയുടെ കഥയാണ് ഈ തെയ്യത്തിലൂടെ പറയുന്നത്. ഇനി ഗുളികൻ തെയ്യം. ഭഗവാൻ ശിവന്റെ കാവൽക്കാരനായ ഗുളികൻ പരമശിവന്റെ തൃക്കണ്ണിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഗുളികൻ തെയ്യം സാധാരണയായി എല്ലാ തെയ്യക്കോലങ്ങൾക്കും മുന്നോടിയായി കെട്ടിയാടുന്നു. ദുർഗയുടെ ഉഗ്രരൂപമായ ചാമുണ്ഡി തെയ്യം ഇവിടെ കളിയാട്ടത്തിന് കെട്ടിയാടാറുണ്ട്. ഭക്തർക്ക് അനുഗ്രഹം നൽകാനും ദുരിതങ്ങൾ അകറ്റാനും ചാമുണ്ഡി ദേവിക്ക് കഴിവുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. കനക മഹർഷിയുടെ തപോവനം ആയിരുന്നു കാനത്തൂരെന്നും ഐതിഹ്യം പറയുന്നു. 4 മൂർത്തികളുടെ ഒരു സംഗമ സ്ഥലം. കാനത്തൂർ അപ്പേ, കാനത്തൂർ അയ്യ, ചാമുണ്ഡി വിഷ്ണുമൂർത്തി, രക്തേശ്വരി ഗുളികൻ എന്നീ ദൈവങ്ങൾ കൂടിച്ചേർന്ന 800 വർഷത്തെ ചരിത്രമുറങ്ങുന്ന ഈ ക്ഷേത്രത്തിലെ തെയ്യം കാണാൻ കർണാടകയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്താറുണ്ട്. ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് ഇവിടെ കളിയാട്ടം നടക്കാറ്. മനോഹരമായ പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഈ കാനത്തൂർ നാൽവർ ദൈവസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടുത്തെ ഈ ക്ഷേത്രവും അതിൻ്റെ തറവാടും സ്ഥിതി ചെയ്യുന്ന ഇടം. ദ സുപ്രീം പവർ ഓഫ് കോടതി, ദൈവത്തിൻ്റെ കോടതി എന്ന കാനത്തൂർ ദൈവസ്ഥാനത്തെ പറ്റിയുള്ള എൻ്റെ വീഡിയോ അവസാനിക്കാറായിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തെപ്പറ്റി, അവിടുത്തെ തെയ്യത്തെപ്പറ്റിയും അവിടുത്തെ ആഘോഷങ്ങളെ ഒന്നും ഒരു വിഷ്വൽസായി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ സാധിക്കാത്തതിൽ എനിക്ക് ഖേദമുണ്ട്. ഈ വരുന്ന ഡിസംബർ, ജനുവരി മാസങ്ങളിലെ അവിടുത്തെ ഉത്സവത്തിന് തീർച്ചയായും ഞാനുണ്ടാകും. അപ്പോൾ അവിടുത്തെ ഏറ്റവും മനോഹരമായ ഈ തെയ്യങ്ങളും അവിടുത്തെ ആചാരങ്ങളെപ്പറ്റിയുമൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നല്ല നമസ്കാരം. താങ്ക് യു.